Hi all, welcome to our class. Commercial Tax Officer 2015 നടത്തിയ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനാണ് നമ്മൾ ഈ വീഡിയോ സീരീസിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ 8th ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 7th ക്വസ്റ്റ്യൻ വരെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് വേജ് പ്ലാൻ ടൈം വേജ് ഈസ് നോട്ട് ഗ്യാരണ്ടീഡ്? മീൻസ് ടൈം വേജ് ഗ്യാരണ്ടി ചെയ്യാത്ത പ്ലാൻ, വേജ് പ്ലാൻ താഴെ പറയുന്നവയിൽ ഏതാണ്? അതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഓപ്ഷൻ എ ഹാൽസി, ബി റോവൻ, സി ടൈലർ, ഡി ഖാണ്ട്. അപ്പോൾ ഇതിൽ വേജ് പ്ലാൻ സിസ്റ്റം മെയിനായിട്ടും 2 ടൈപ്സ് ആണുള്ളത്. പീസ് റേറ്റ് സിസ്റ്റം, ടൈം റേറ്റ് സിസ്റ്റം. അതിൽ ടൈം റേറ്റ് സിസ്റ്റത്തിൽ വരുന്ന വേജ് പ്ലാൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അതിലൊരെണ്ണം പീസ് റേറ്റ് ആണ്. അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് അറിയുന്നതാണ്, ചെറിയ ക്ലാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടൈലറുടെ വേജ് സിസ്റ്റം, വേജ് പ്ലാൻ സിസ്റ്റത്തിൽ നമ്മൾ വിളിക്കുന്നത് ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം എന്നാണ്. അപ്പോൾ ടൈലർ പറഞ്ഞിട്ടുള്ളത് പീസ് റേറ്റിന് വേജ് പ്രൊവൈഡ് ചെയ്യണം എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ടൈലർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ് മീൻസ്? ഓപ്ഷൻ എ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർഹെഡ് ടു ഓൾ ഡിപ്പാർട്ട്മെൻറ്റ്സ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിനും ഓവർഹെഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണോ എന്നാണ് ചോദിച്ചത് ഫസ്റ്റ് ഓപ്ഷനിൽ. ബി ചാർജിങ് ഓഫ് ഓവർഹെഡ്സ് ടു ഇൻഡിവിജ്വൽ പ്രോഡക്ട്സ്. ഇനി ഇൻഡിവിജ്വൽ പ്രോഡക്ട്സിന് ഓവർഹെഡ്സിന് ചാർജ് ചെയ്യുന്നതാണോ? അല്ലെ സി ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്. ഡി ഗ്രൂപ്പിംഗ് ഓവർഹെഡ്സ് ബിറ്റ്വീൻ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. ഇപ്പോൾ കോസ്റ്റിംഗിൽ വന്നിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ, അബ്സോർപ്ഷൻ ഓഫ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ചാർജിങ് ഓഫ് ഓവർഹെഡ് ടു ഇൻഡിവിജ്വൽ പ്രോഡക്ട്സ് ആണ്. ഡിപ്പാർട്ട്മെൻറ്റ്സിൽ ഇൻകർ ചെയ്യുന്ന ഓവർഹെഡ്സിനെ ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽ പ്രൊഡക്റ്റിന് ചാർജ് ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്നതാണ് അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ്, ഓപ്ഷൻ ബി ചാർജിങ് ഓഫ് ഓവർഹെഡ്സ് ടു ഇൻഡിവിജ്വൽ പ്രോഡക്ട്സ്. നെക്സ്റ്റ് 10th ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ആർ നോട്ട് അപ്പിയറിംഗ് ഇൻ ദി കോസ്റ്റ് ഷീറ്റ്? കോസ്റ്റ് ഷീറ്റിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? കോസ്റ്റ് ഷീറ്റിൽ എന്ത് അപ്പിയർ ചെയ്യില്ല എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കോസ്റ്റ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ യൂണിറ്റ് കോസ്റ്റിങ്ങിൽ വരുന്നതാണ് കോസ്റ്റ് ഷീറ്റ്. മീൻസ് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കിയ കാര്യങ്ങൾ അതിൻ്റെ കാറ്റഗറൈസ് ചെയ്ത് എഴുതുന്നതാണ് കോസ്റ്റ് ഷീറ്റിൽ. അതിൽ ഫസ്റ്റ് നമ്മൾ എഴുതുന്നത് പ്രൈം കോസ്റ്റ് ആണ്. മീൻസ് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസ്. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർഹെഡ്സ് ചെയ്താറുണ്ട്. ഫാക്ടറിയിൽ ഉണ്ടാകുന്ന ഓവർഹെഡ്സ് ചെയ്താൽ കിട്ടുന്നതാണ് വർക്ക് കോസ്റ്റ്. നെക്സ്റ്റ് വർക്ക് കോസ്റ്റിന് കൂടെ നമ്മൾ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആഡ് ചെയ്യുന്നു. അങ്ങനെ കിട്ടുന്നതാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. നെക്സ്റ്റ് കോസ്റ്റ് ഓഫ് സെയിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡും ആഡ് ചെയ്യും. അപ്പോൾ ഓർക്കുക, കോസ്റ്റ് ഷീറ്റിൽ അപ്പിയർ ചെയ്യുന്ന കോസ്റ്റുകൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ്, നെക്സ്റ്റ് ഫാക്ടറി ഓവർഹെഡ്, ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. നെക്സ്റ്റ് ഇതിലൊന്നും വരാത്ത കാര്യങ്ങൾ ഇതിൽ കോസ്റ്റ് ഷീറ്റിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ബാഡ് ഡെബ്റ്റ്സ്. ബാഡ് ഡെബ്റ്റ്സ് ഈ കാറ്റഗറിയിൽ വരുന്നതല്ല, കോസ്റ്റ് ഷീറ്റിൽ അത് ഉണ്ടായിരിക്കില്ല. ഓപ്ഷൻ ബി ഇൻകം ടാക്സ്. ഇൻകം ടാക്സും ഇതുപോലെ തന്നെയാണ്, കോസ്റ്റ് ഷീറ്റിൽ വരാത്ത ഐറ്റമാണ്. ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ശരിയാണ്, ബാഡ് ഡെബ്റ്റും ഇൻകം ടാക്സും കോസ്റ്റ് ഷീറ്റിൽ വരില്ല. ലാസ്റ്റ് ഓപ്ഷൻ കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഡി കൗണ്ടിങ് ഹൗസ് സാലറി. സാലറി എന്ന് പറയുന്നത് എന്താണ്? ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡിൽ വരുന്നതാണ്. അപ്പോൾ അത് എന്തിൽ വരും? കോസ്റ്റ് ഷീറ്റിൽ വരും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ്, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് മേ ബി ദ കോസ് ഓഫ് നെഗറ്റീവ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ നിന്ന് നെഗറ്റീവ് ക്യാഷ് ഫ്ലോ ഉണ്ടാവാനുള്ള കാരണം താഴെ പറയുന്നവയിൽ എന്തായിരിക്കാം? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ്. അപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫേമിനെ സംബന്ധിച്ച് എത്രത്തോളം ക്യാഷ് ഇൻഫ്ലോ ഉണ്ട്, അതുപോലെ തന്നെ എത്രത്തോളം ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ട് എന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ക്യാഷ് ഫ്ലോനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് 3 ആക്ടിവിറ്റീസ് ആയിട്ടാണ്. ക്യാഷ് ഫ്ലോസ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ക്യാഷ് ഫ്ലോസ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആൻഡ് ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഈ ഒരു 3 ടൈപ്പ് ആക്ടിവിറ്റീസിലൂടെയാണ് ക്യാഷ് ഫ്ലോസ് ഫേം ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ബിസിനസ് ഓപ്പറേഷൻസിലൂടെ ഉണ്ടാകുന്ന ക്യാഷ് ഇൻഫ്ലോസും ക്യാഷ് ഔട്ട്ഫ്ലോസും
റെക്കോർഡ് ചെയ്യുന്ന ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പാർട്ടാണ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് മീൻസ് ബിസിനസ് അവരുടെ എക്സാക്ട് ബിസിനസ് ആയിട്ടുള്ള മാനുഫാക്ചറിങ്, സെയിൽസ്, അതിലൂടെ ഉണ്ടാകുന്ന റെസിപ്റ്റ് മീൻസ് പ്രോഡക്ട്സ് സെയിൽ ചെയ്തിട്ടുണ്ടാകുന്ന റെസിപ്റ്റ്സ്, അതുപോലെ പേയ്മെൻറ്റ്സ് ടു സപ്ലയേഴ്സിനും എംപ്ലോയീസിനും ഒക്കെ അവരുടെ സർവീസിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന പേയ്മെൻറ്റ്സ്, ഇതൊക്കെ വരുന്നത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലാണ്. അപ്പം മാനുഫാക്ചറിങ് ഓർ സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ വരുന്നത്. അത് വെച്ച് വേണം നമ്മൾ ഓപ്ഷൻസിൽ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഓപ്ഷൻ എ പറയുന്നത് എന്താണ്? ദ റീപേയ്മെൻറ്റ് ഓഫ് എ ലോൺ ആണ്. ലോണിൻ്റെ റീപേയ്മെൻറ്റ് ഒരിക്കലും എന്തിൽ വരില്ല? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ വരില്ല. അപ്പോൾ അത് ആൻസർ അല്ല. ബി ഹൈ ലെവൽസ് ഓഫ് ഡിവിഡൻഡ് പേയ്മെൻറ്റ്സും ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ വരുന്നതല്ല. സി എ സബ്സ്റ്റാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ന്യൂ ഫിക്സഡ് അസറ്റ്, പുതിയ ഫിക്സഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതും ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ വരുന്നതല്ല. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആവണമെങ്കിൽ മാനുഫാക്ചറിങ്, സെയിൽസ് ഓർ പർച്ചേസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. അപ്പോൾ ഓപ്ഷൻ ഡി നോക്കാം. എ സഡൻ ഇൻക്രീസ് ഇൻ ക്രെഡിറ്റ് സെയിൽസ്. അപ്പോൾ ക്രെഡിറ്റ് സെയിൽസിൽ ഒരു സഡൻ ആയിട്ടുള്ള ഒരു ഇൻക്രീസ് ഉണ്ടായാൽ അത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൻ്റെ നെഗറ്റീവ് ക്യാഷ് ഫ്ലോയ്ക്ക് കാരണമാവുമോ എന്നുള്ളതാണ്. ഉറപ്പായിട്ടും ആവും. കാരണം ക്യാഷ് സെയിൽസ് നടത്തുകയാണെങ്കിൽ ക്യാഷ് റിസീപ്റ്റ്സ് ഉണ്ടാവും. ക്രെഡിറ്റ് സെയിൽസ് നടത്തുന്ന സമയത്ത് ക്യാഷ് ഇൻഫ്ലോ കുറയുകയും ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ നിന്നുണ്ടാവുന്ന ക്യാഷ് ഫ്ലോ നെഗറ്റീവ് ആവാനും കാരണമാവും. അപ്പോൾ ആൻസർ ഇതാണ് ഓപ്ഷൻ ഡി, എ സഡൻ ഇൻക്രീസ് ഇൻ ക്രെഡിറ്റ് സെയിൽസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ഫാൾസ്? താഴെ തന്നിരിക്കുന്നതിൽ ഫാൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ പ്രോഫിറ്റബിൾ കമ്പനി വിൽ നെവർ റൺ ഔട്ട് ഓഫ് ക്യാഷ്. ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു കമ്പനി ക്യാഷ് ഇല്ലാതെ ഉണ്ടാവില്ല. അപ്പോൾ ഔട്ട് ഓഫ് ക്യാഷ് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി ഒരിക്കലും പ്രോഫിറ്റബിൾ ആയിരിക്കില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. കാരണം പ്രോഫിറ്റും ക്യാഷും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് കോൺസെപ്റ്റാണ്. അപ്പോൾ നമുക്ക് വരും ക്ലാസ്സുകളിൽ അത് പഠിക്കണം. അപ്പം പ്രോഫിറ്റും ക്യാഷും ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ കഴിയില്ല പ്രോഫിറ്റബിൾ കമ്പനി ആണോ അല്ലയോ എന്നുള്ളത്. ക്യാഷ് ഇല്ലാത്ത ഔട്ട് ഓഫ് ക്യാഷ് റൺ ചെയ്യുന്നൊരു കമ്പനി പ്രോഫിറ്റബിൾ ആണോ അല്ലയോ എന്ന് അത് ക്യാഷിൻ്റെ ബാലൻസ് നോക്കി മാത്രം പറയാൻ കഴിയില്ല. അപ്പോൾ അതാണ് ആൻസർ വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എ തന്നെ ആൻസർ ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ബാക്കിയുള്ള ഓപ്ഷൻ കൂടെ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. ഓപ്ഷൻ ബി ഇതാണ്. ഇഫ് ക്യാഷ് ഔട്ട്ഫ്ലോ എക്സീഡ് ഇൻഫ്ലോസ് ഓൺ എൻ ഓൺഗോയിങ് ബേസിസ് ദ ബിസിനസ് വിൽ ഇവഞ്ച്വലി റൺ ഔട്ട് ഓഫ് ക്യാഷ്. പറഞ്ഞിട്ടുള്ളതാണ് ഓൺഗോയിങ് ബേസിസിൽ ക്യാഷ് ഇൻഫ്ലോനേക്കാൾ കൂടുതൽ ക്യാഷ് ഔട്ട്ഫ്ലോ ആവുകയാണെങ്കിൽ ബിസിനസ് ഇവഞ്ച്വലി ഔട്ട് ഓഫ് ക്യാഷ് റൺ ഔട്ട് ഓഫ് ക്യാഷ് ഇല്ലാതെ റൺ ചെയ്യേണ്ടി വരും. സത്യമാണ്, അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. ഓപ്ഷൻ സി റാപ്പിഡ്ലി എക്സ്പാൻഡിങ് കമ്പനീസ് ക്യാൻ സംടൈംസ് ഫേസ് എ ക്യാഷ് ഷോർട്ടേജ്. റാപ്പിഡ്ലി സ്പീഡായിട്ട് എക്സ്പാൻഡ് ചെയ്യുന്ന കമ്പനീസിനെ സംബന്ധിച്ച് അവർക്ക് കൂടുതൽ ക്യാഷ് ആവശ്യമായിട്ട് വരും. അങ്ങനെ അവർ റാപ്പിഡ്ലി എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് ക്യാഷ് ഷോർട്ടേജ് വരും. അതും ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നെ ലാസ്റ്റ് വൺ ഓപ്ഷൻ ഡി ആണ്. ക്യാഷ് ഈസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് എ ബിസിനസ് ആൻഡ് വിത്തൗട്ട് ഇറ്റ് ബിസിനസ് വിൽ ഡൈ. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണ്. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചെന്ന് പറയുന്നത് ക്യാഷ് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വിത്തൗട്ട് ക്യാഷ് ബിസിനസ്സിന് റൺ ചെയ്യാൻ കഴിയില്ല. ബിസിനസ് സ്മൂത്തായിട്ട് റൺ ചെയ്ത് പോകണമെങ്കിൽ ഉറപ്പായിട്ടും ക്യാഷ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം 12th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ്. എ പ്രോഫിറ്റബിൾ കമ്പനി വിൽ നെവർ റൺ ഔട്ട് ഓഫ് ക്യാഷ്. 13th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻവോൾവ്സ് എ മൂവ്മെൻറ്റ് ഓഫ് ക്യാഷ്? താഴെ തന്നിരിക്കുന്നവയിൽ ഏതിനാണ് ക്യാഷിൻ്റെ മൂവ്മെൻറ്റ് സംഭവിക്കുന്നത്? ക്യാഷ് മൂവ്മെൻറ്റ് ഏതിലാണ് ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ബോണസ് ഇഷ്യൂ ആണ്. ഷെയർ ഹോൾഡേഴ്സിന് അവർക്ക് കൊടുക്കേണ്ട പ്രോഫിറ്റിൻ്റെ പോർഷൻ അല്ലെങ്കിൽ എന്താണ് റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെ പോർഷൻ ബോണസ് ഷെയർസ് ആയിട്ട് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തില്ല? ക്യാഷ് ഇൻഫ്ലോ അല്ലെങ്കിൽ ക്യാഷ് ഔട്ട്ഫ്ലോ ഇല്ല. അപ്പം ബോണസ് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും മൂവ്മെൻറ്റ് ഓഫ് ക്യാഷ് അവിടെ നടക്കുന്നില്ല. നെക്സ്റ്റ് ഓപ്ഷൻ ബി റൈറ്റ് ഇഷ്യൂ ആണ്. റൈറ്റ് ഇഷ്യൂ മീൻസ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് അവർ ഹോൾഡ് ചെയ്യുന്ന ഷെയർസിൻ്റെ പ്രൊപ്പോർഷനായിട്ട് ന്യൂ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന പ്രോസസ്സാണ് റൈറ്റ് ഇഷ്യൂ. റൈറ്റ് ഇഷ്യൂവിന് വാല്യൂ ഓഫ് റൈറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ഒരു ഡിസ്കൗണ്ടിങ് റേറ്റിലാണ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിങ് റേറ്റിലായതുകൊണ്ട് തന്നെ അവിടെ ക്യാഷ് ഇൻഫ്ലോ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ റൈറ്റ് ഇഷ്യൂ ആണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ക്യാഷ് ബിസിനസ്സിലേക്ക് കൊടുക്കണം. മീൻസ് ഷെയർസ് പർച്ചേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റൈറ്റ് ഇഷ്യൂവിൻ്റെ കേസിൽ മൂവ്മെൻറ്റ് ഓഫ് ക്യാഷ് നടക്കുന്നുണ്ട്. അപ്പോൾ റൈറ്റ് ഇഷ്യൂ ആൻസറായി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഓപ്ഷൻ സി
ക്രിയേഷൻ ഓഫ് എ പ്രൊവിഷൻ ഫോർ പെൻഷൻ. പെൻഷന് വേണ്ടി പ്രൊവിഷൻ ബിസിനസ് ക്രിയേറ്റ് ചെയ്യാണ്. പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ക്യാഷിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവുന്നില്ല. അപ്പോൾ പ്രൊവിഷൻ്റെ അപ്പോൾ ഈ ഒരു ആൻസർ ഓപ്ഷൻ സി ആൻസർ അല്ല. നെക്സ്റ്റ് ഓപ്ഷൻ ഡി ഡിപ്രീസിയേഷൻ ഓഫ് ഫിക്സഡ് അസെറ്റ്. ഫിക്സഡ് അസെറ്റിൻ്റെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രൊവിഷൻ പോലെ തന്നെയാണ്. അവിടെ ഒരിക്കലും ക്യാഷിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, റൈറ്റ്സ് ഇഷ്യൂ ആണ്. അപ്പോൾ റൈറ്റ്സ് ഇഷ്യൂ ഓർക്കുക, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കമ്പനി വീണ്ടും ഷെയർസ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് റൈറ്റ് ഇഷ്യൂ. റൈറ്റ് ഇഷ്യൂവിൻ്റെ കേസിൽ അവിടെ ഷെയർ ഹോൾഡർ പുതിയ ഷെയറിന് വേണ്ടിയിട്ട് ക്യാഷ് ബിസിനസ്സിലേക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ക്യാഷിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ ഇതാണ്, ഓപ്ഷൻ ബി, റൈറ്റ് ഇഷ്യൂ. നെക്സ്റ്റ് 14th question. The difference between fixed cost and variable cost assumes significance in the preparation of the following budget. ക്വസ്റ്റ്യൻ ഇതാണ്, ഏത് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് സിഗ്നിഫിക്കൻ്റ് ആണ് എന്നുള്ള അസംഷനിൽ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്? ഓപ്ഷൻസ്: എ മാസ്റ്റർ ബഡ്ജറ്റ്, ബി ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്, സി ക്യാഷ് ബഡ്ജറ്റ്, ഡി ക്യാപിറ്റൽ ബഡ്ജറ്റ്. ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്. ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ് കോസ്റ്റിനെ, ടോട്ടൽ കോസ്റ്റിനെ ഫിക്സഡ് കോസ്റ്റ് എന്നും വേരിയബിൾ കോസ്റ്റ് എന്നും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്നത്. 15th question. When a manufacturing business prepares budget for a period, which is normally the first budget to be prepared? ഒരു മാനുഫാക്ചറിങ് ബിസിനസ് ബഡ്ജറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അവർ ഫസ്റ്റ് ആയിട്ട് ഏത് ബഡ്ജറ്റാണ് പ്രിപ്പയർ ചെയ്യാന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ്: ഓപ്ഷൻ എ ക്യാഷ് ബഡ്ജറ്റ്, ബി സെയിൽസ് ബഡ്ജറ്റ്, സി പ്രൊഡക്ഷൻ ബഡ്ജറ്റ്, ഡി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ്. ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് പഠിക്കുന്ന സമയത്ത് പഠിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ ഓർത്ത് വയ്ക്കുക. മാനുഫാക്ചറിങ് ബിസിനസ്സിനെ സംബന്ധിച്ച് അവർ ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന ബഡ്ജറ്റ് സെയിൽസ് ബഡ്ജറ്റ് ആയിരിക്കും. അപ്പോൾ ക്വസ്റ്റിൻ്റെ ആൻസർ ഇതാണ്, ഓപ്ഷൻ ബി സെയിൽസ് ബഡ്ജറ്റ്. 16th question. What is management by exception? എന്താണ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ ഫോം ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടബിലിറ്റി, ഓപ്ഷൻ ബി എ മീൻ ഓഫ് മാനേജ്മെൻറ്റ് കൺട്രോൾ, ഓപ്ഷൻ സി എ മീൻ ഓഫ് അസസിങ് മാനേജീരിയൽ പെർഫോമൻസ്, ഓപ്ഷൻ ഡി എ ഫോം ഓഫ് പ്ലാനിങ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്താണ്? അപ്പോൾ മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്ന് പറയുന്നത് ഒരു ബിസിനസ് പ്രാക്ടീസ് ആണ്, അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റ് പ്രാക്ടീസ് ആണ്. അവിടെ മാനേജ്മെൻറ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീവിയേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റൈലാണ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻസിൽ നിന്ന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്, എ മീൻ ഓഫ് മാനേജ്മെൻറ്റ് കൺട്രോൾ. മാനേജ്മെൻറ്റ് കൺട്രോളിന് ഉള്ള ഒരു വേ അല്ലെങ്കിൽ ഒരു മീനാണ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ. ബാക്കി ഒന്നും തന്നെ മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ്റെ മീനിങ്ങുമായിട്ട് മാച്ചുള്ള ഓപ്ഷൻസ് അല്ല. ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ബി, എ മീൻ ഓഫ് മാനേജ്മെൻറ്റ് കൺട്രോൾ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പാർട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.